അവൾ ഗാന്ധാരി, ഗാന്ധാര രാജ്യത്തെ രാജകുമാരി. താമര ഇതളുകൾ പോലെ സുന്ദരമായ കണ്ണുകൾ ഉണ്ടായിരുന്നിട്ടും അവൾ കാണാൻ തീരുമാനിച്ചില്ല. അവൾ അങ്ങനെ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു. സഹോദരന്റെ എതിർപ്പ് പോലും വകവെക്കാതെ. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു രഹസ്യം? അന്നൊരു ദിവസം കുരുസൈന്യം ഗാന്ധാര രാജ്യത്തിൻ്റെ കവാടത്തിലെത്തി. രാജ്യം മുഴുവൻ ഭയത്തിൽ മുങ്ങി. ശകുനി പിതാവിനോട് പറഞ്ഞു, സൈന്യം തയ്യാറാക്കണം. പക്ഷേ സുബാലൻ അറിയാമായിരുന്നു ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, ഭീഷ്മർ ആക്രമിക്കാൻ വന്നതാകണമെന്നില്ല. ഭീഷ്മരെ നമുക്ക് ആദരവോടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാം. പക്ഷേ ആ തീരുമാനം ഗാന്ധാരത്തിൻ്റെ ഭാവി മാറ്റി. ഭീഷ്മർ പറഞ്ഞു, രാജാവേ സുബാല, നിങ്ങളുടെ മകൾ ഗാന്ധാരി മഹാദേവനെ ആരാധിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. ശിവൻ അവൾക്ക് 100 പുത്രന്മാർ ഉണ്ടാകും എന്ന വരം നൽകിയതായും അറിയുന്നു. ഹസ്തിനപുരത്തിൻ്റെ സിംഹാസനം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു. ധൃതരാഷ്ട്രർ രാജാവാകാനുള്ള പ്രായത്തിലെത്തി. അതുകൊണ്ട് ഗാന്ധാരിയും ധൃതരാഷ്ട്രം തമ്മിലുള്ള വിവാഹം നിർദ്ദേശിക്കാൻ ഞാൻ വന്നതാണ്. അത് കേട്ടപ്പോൾ ശകുനിയുടെ രക്തം തിളച്ചു. എൻ്റെ സഹോദരിയെ ഒരു കുരുടനോട് വിവാഹം കഴിപ്പിക്കണമെന്നോ? ഭീഷ്മർ ശാന്തമായി മറുപടി നൽകി. സഹകരിക്കില്ലെങ്കിൽ യുദ്ധമുണ്ടാകും. സുബാലൻ ധർമ്മസങ്കടത്തിലായി. മകളുടെ വേദന അദ്ദേഹം അറിഞ്ഞിരുന്നു. പക്ഷേ പിതാവെന്ന നിലയിലുപരി ഹസ്തിനപുരവുമായുള്ള ബന്ധത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത്. സുബാലൻ നിശബ്ദമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു സത്യം കൂടി ഉണ്ടായിരുന്നു. ഹസ്തിനപുരത്തിലെ രാജകുമാരൻ കുരുടനായതുകൊണ്ടാണ് ഈ ബന്ധം ഗാന്ധാരത്തിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഈ അവസരം ഒരിക്കലും ലഭിക്കില്ല. ശകുനി ഗാന്ധാരിയുടെ മുറിയിലേക്ക് ഓടി. അവൻ കരച്ചിലിൻ്റെ തൊട്ടടുത്ത അവസ്ഥയിലായിരുന്നു. ഈ വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ജീവൻ പോയാലും ശരി. പക്ഷേ ഗാന്ധാരി ഇതിനകം തീരുമാനിച്ചിരുന്നു. സഹോദര, ഗാന്ധാര രാജ്യം അപകടത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ കുറച്ചു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ അവൾ പറഞ്ഞു, മഹാഭാരതത്തിലെ ഏറ്റവും വിചിത്രമായ തീരുമാനം. എൻ്റെ ഭർത്താവ് കുരുടനാണെങ്കിൽ ഞാനും ജീവിതം മുഴുവൻ കണ്ണുകെട്ടി ജീവിക്കും. അദ്ദേഹത്തിന് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം നിഷിദ്ധമാണെങ്കിൽ എനിക്കും അത് കാണണ്ട. ഗാന്ധാരിയുടെ ആ തീരുമാനത്തിൽ ഒരു കന്യകയുടെ പരിഭവവും അമർഷവും ഒളിഞ്ഞിരുന്നു. അവൾ ഒരു പട്ടുതുണിയെടുത്ത് സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി. അത് കണ്ട് ശകുനിയുടെ ഹൃദയം തകർന്നു. അവൻ പൊട്ടിക്കരഞ്ഞു. ശരിക്കും ഗാന്ധാരി കണ്ണുകൾ മൂടിയില്ലെങ്കിൽ കാഴ്ചയുള്ള അവൾക്ക് കൊട്ടാരത്തിൽ നടക്കുന്നത് കാണാമായിരുന്നു. സത്യസന്ധമായി ധൃതരാഷ്ട്രനോട് പറയാമായിരുന്നു. ചില തെറ്റുകൾ തടയാമായിരുന്നു. ചിലപ്പോൾ മഹാഭാരത യുദ്ധം പോലും ഒഴിവാക്കാമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ദുരന്തം ഇതോടെ അവസാനിച്ചില്ല.